ഹായ് ഗൈസ്, ഞാൻ അനീസ് തോപ്പിൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവ് ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള കൊളായി വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അടിപൊളി ബൈക്കുമ്പോൾ നമ്മളൊരു ഓഫ് റോഡ് ഡ്രൈവ് പോവാണ്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ കണ്ടോളി. ഇവിടെ ഒരു വെട്ടല്ലുകോറിയുടെ മേൽഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ മഞ്ചേരി ടൗണാണ് നമ്മൾ ആ ഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓഫ് റോഡ് ഡ്രൈവ് ഇപ്പോൾ പോവാണ്. എന്നാൽ പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ഈ കൊളായി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് ഡ്രൈവ് ഒന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, ചെറിയൊരു ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രദേശങ്ങൾ പലരും പോകാതെ ദൂരെയുള്ള യാത്രകൾ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ K2K റൈഡ് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിൽ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള നല്ലൊരു കുന്നിൻ്റെ മുകളിൽ അവർ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ആളുകളോട് കൂടിയുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു പോകുന്ന ഈ റോഡുണ്ടല്ലോ, ഈ റോഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിൽ ഓഫ് റോഡ് റോഡായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നല്ല മഴ പെയ്തിരുന്നു കുറച്ച് നേരത്തെ. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് റോഡ് ആകപ്പാടെ ചളി പുരണ്ട് ചെറിയ രീതിയിൽ ഓഫ് റോഡ് ഡ്രൈവ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലുള്ള കാഴ്ചകളാട്ടോ ഈ റോഡിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു വെട്ടല്ലുകോറിയിലേക്കുള്ള റോഡാണ്. പക്ഷേ ഇതിൻ്റെ കാഴ്ചകൾ നോക്കി നിങ്ങൾ 2 സൈഡിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നമ്മുടെ ക്യാമറ ചെറുതായിട്ട് നിങ്ങൾക്ക് ബ്ലറായിട്ട് തോന്നുന്നുണ്ടാവും. മെയിനായിട്ട് നമ്മുടെ കാലാവസ്ഥ കുഴപ്പമില്ലാത്ത രീതിയിൽ കോടമഞ്ഞ് അടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ലെൻസിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ആ മഞ്ഞുകണികൾ കയറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്യാമറ ചെറുതായിട്ട് ബ്ലറാവുന്നത്. ഞാൻ വീഡിയോ മുഴുവൻ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മുടെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന. പിന്നെ ആ ഒരു വണ്ടി വരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരും നമ്മുടെ കൂടെ കയറിയതാണ്. പിന്നെ ഞങ്ങൾ ഇത്തിരി നേരം ഇൻട്രോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവർ ലേറ്റായി. ഞങ്ങൾ ലേറ്റ് ആയപ്പോൾ അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ റോഡിൻ്റെ ഏറ്റവും എൻഡിലെത്തിട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മൊത്തത്തിൽ റോഡ് മുഴുവൻ ചളിയായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചൊക്കെ ഡേഞ്ചർ ആട്ടോ റോഡ്. കാരണം നല്ല ചളിയാണ്, വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതൊരു ഓഫ് റോഡ് ഡ്രൈവ് എന്നതിലുപരി നമ്മൾ കാഴ്ചകൾ കാണാനുള്ളൊരു യാത്ര എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇവിടെയൊക്കെ ചളിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വെട്ടല് നമ്മൾ മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, മുറിച്ചെടുക്കുന്നതിന് യൂസ് ചെയ്യുന്ന യന്ത്രങ്ങൾ. ഇതാ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന ഇതൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടുന്ന് ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള കോറിയിൽ ഇതുപോലെ വെട്ടലിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്തും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, ആ ഒരു വെട്ടലിൽ മുറിക്കുന്നതിൻ്റെ മറ്റുമായിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോഴാണ് ടയറൊക്കെ സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതൽ.
എന്തായാലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മളിനി ഇതിൻ്റെ മേൽഭാഗത്തായിട്ട്, ഈ വെട്ടലിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു പ്ലാനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വീണ്ടും ബ്ലറായിട്ട് വരുന്നുണ്ട്, കാരണം അത്യാവശ്യം കോട മൂടി തുടങ്ങി. ഈ താഴെ കാണുന്ന കോറിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം ഭാഗത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഈ കോറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ആ ഒരു മലയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാം. റോഡൊക്കെ ആകെ മോശമാട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് സ്കിഡ് ആവുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നല്ല മൂടൽമഞ്ഞുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാമറയിലെ വിഷ്വൽസ് അത്ര ക്ലിയർ ആയിട്ട് വരാത്തത്. അതേപോലെ തന്നെ ഇവിടെ കോറി ആയതുകൊണ്ട് അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറുതായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ട്, നമുക്കിങ്ങനെ പുറത്ത് നല്ല മലകളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഫോട്ടോസ് എടുത്തിട്ട് ഇനി തിരിച്ചു പോവാം. അതുപോലെ തന്നെ പറയാനുള്ളത്, ഈ ഫോട്ടോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് പോയി. ചെറുതായിട്ട് മൂടൽമഞ്ഞുണ്ട് കേട്ടോ, അതാണ് ക്യാമറ ക്ലിയർ ഇല്ലാത്തത്. ക്യാമറൻ്റെ മേൽഭാഗത്തൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. വണ്ടി കൊണ്ടുപോയേ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ നമ്മൾ വണ്ടി നിർത്തി ആ ഒരു റോഡാണ്, ഓഫ് റോഡ് അങ്ങനെ കയറി വന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ വെട്ടൽ കോറിയിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ ചളിയായിട്ടോ, മൊത്തത്തിൽ ചളിയാണ്. അപ്പോൾ ഇവിടെ അടിഭാഗത്തായിട്ട് വേറൊരു ഓഫ് റോഡ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മുടെ വണ്ടി പോകത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓഫ് റോഡ്. അവിടെ ജസ്റ്റ് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ്. ഈ ഒരു ഓഫ് റോഡ് വണ്ടി ഓടിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതും ഓടിക്കാം. അത്രയും റിസ്ക് ആയിട്ടുള്ള ഓഫ് റോഡ്. ജസ്റ്റ് ഇപ്പോൾ തന്നെ വീണേനെ കണ്ടോ. ഈ റബ്ബർ തോട്ടങ്ങൾക്ക് ഇടയിലൂടെയുള്ള ഒരു അടിപൊളി ഓഫ് റോഡാണ്.
പക്ഷെ വണ്ടി ഇങ്ങോട്ട് ഇതുവരെ ആരും ഇതിലൂടെ കയറ്റിയിട്ടില്ല. ഈ റോഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളൂ. ജസ്റ്റ് നല്ല കുത്തനെയാണ് കണ്ടോ. ഇവിടെ ഈ വെട്ടലാണ് വെച്ചിട്ടുള്ളത്. നല്ല വഴുക്കുണ്ട്, നല്ല കുത്തനെ കേട്ടോ. നിങ്ങൾക്ക് മേലോട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇത് എത്രത്തോളം കുത്തനെയാണ് ഈ റോഡുള്ളത് എന്ന്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഓഫ് റോഡ് ഡ്രൈവ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത ഫോട്ടോസ് മുഴുവൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മഴയത്തുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.